അധ്യായം 7. പല പല ബ്രഹ്മാണ്ടങ്ങളിൽ പലതരത്തിലുള്ള ജീവിതം. എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനെല്ലാം വിവിധ തരത്തിലുള്ള ശരീരഘടനകളും ഉണ്ടാകും. എന്നാൽ ഇതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ശരീരം ഏതാണ്, ഏത് ബ്രഹ്മാണ്ടത്തിലേതാണ് എന്നത് ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ ഈ സമയം ആരുടെയും പക്കൽ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ജ്ഞാനത്തിൻ്റെ ഉയർന്ന തലം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. അതായത് ജീവൻ, ആത്മ, ജീവാത്മ ഇതെല്ലാം ടൈം ആൻഡ് സ്പേസുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമയം മാറുന്നതനുസരിച്ച് ശരീരവും മാറുന്നു. മൃത്യുലോകത്തിൽ മനുഷ്യ ശരീരം വ്യത്യസ്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. അതായത് ബാല്യം, യുവത്വം, വാർദ്ധക്യം മുതലായ അവസ്ഥകൾ പിന്നിട്ട് മൃത്യു വരിക്കുകയും ശേഷം ആ ആത്മാവിൻ്റെ പുനർജന്മം സംഭവിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ബ്രഹ്മാണ്ടത്തിലെ ഈ ശരീരവുമായി ബന്ധപ്പെട്ട സാമാന്യമായ കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ആത്മാവ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ മുകളിലുള്ള ഡയമെൻഷനുകളിലുള്ള സത്യാവസ്ഥ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഭൂമിയിലെ മനുഷ്യർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും അസമർത്ഥരായിരിക്കും. മനുഷ്യാത്മാ ഇപ്പോൾ ജ്ഞാനം കൊണ്ട് ശക്തമായിട്ടില്ല. വരും കാലങ്ങളിൽ ശാസ്ത്രം വികസിക്കുമ്പോൾ ഒരുപക്ഷെ മനുഷ്യൻ ഈ കാര്യങ്ങളിൽ ബോധവാന്മാരായേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസവും ഉണ്ടായേക്കാം. ഇപ്പോൾ ഇക്കാര്യത്തിൽ എത്രമാത്രം കഴിയുന്നുവോ അത്രമാത്രം പഠിക്കാൻ ശ്രമിക്കുക. ഭാഗ്യവാന്മാരായ ആത്മാക്കൾ കാര്യങ്ങൾ വേഗം മനസ്സിലാക്കുന്നു. അനേകം ബ്രഹ്മാണ്ടങ്ങൾ, ഗാലക്സികൾ, എണ്ണമറ്റ യൂണിവേഴ്സുകൾ, മൾട്ടിവേഴ്സുകൾ ഇവയെല്ലാം കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുക അസാധ്യമാണ്. ഇന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ള ജ്ഞാനം സമുദ്രത്തിലെ ഒരു തുള്ളിക്ക് സമാനമാണ്. അനന്തമായ പ്രപഞ്ചത്തിന് ഒരവസാനവുമില്ല. അത് അനന്തമാണ്. ഇത് മനുഷ്യബുദ്ധിക്ക് അപ്പുറമാണ്. മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം മനുഷ്യബുദ്ധിയും മനസ്സും സംസ്കാരവും മായയാൽ നിർമ്മിതമാണ്. സുപ്രീം വേൾഡ് പരംപ്രകാശം കൊണ്ടും പരം തത്വം കൊണ്ടും നിർമ്മിതമാണ്. അതുകൊണ്ട് മായയെ ജയിച്ചവർക്ക് മാത്രമേ ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയൂ. അതുവരെ ഇത് മനസ്സിലാക്കൽ അസംഭവ്യമാണ്. സുപ്രീം നോളജിൻ്റെ അടിസ്ഥാനത്തിൽ ബാപ്പുജി പറയുന്നു, ആത്മാവിൻ്റെ പവർ വ്യത്യാസപ്പെടുമ്പോൾ ശരീരവും വ്യത്യാസപ്പെടുന്നു. അതിൻ്റെ സ്പീഡിനും മാറ്റം സംഭവിക്കുന്നു. അതുകൊണ്ട് പ്രകാശത്തിൻ്റെ സ്പീഡിനെക്കുറിച്ചും സുപ്രീം സ്പീഡിനെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. സുപ്രീം സ്പീഡ് എന്നാൽ ജീവാത്മ അതിൻ്റെ പരമാത്മാവിനെ പ്രാപിക്കുന്ന ഗതി അഥവാ സ്പീഡാണ്. ജീവാത്മ തൻ്റെ സങ്കല്പശക്തിയാൽ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തമായി ശരീരം വിടുന്ന സമയത്ത് സങ്കല്പശക്തി ഉപയോഗിച്ച് നേരെ പരമമായ ഗതി പ്രാപ്തിക്കായി സ്വയത്തിൻ്റെ മൂലസ്ഥാനത്തേക്ക് എത്തുന്നു. അതുതന്നെയാണ് ഏറ്റവും ഉയർന്ന പരംധാമം. അന്തിമ സങ്കല്പം മൂലമാണ് ആ പരംധാമം പ്രാപ്തമാകുന്നത്. പക്ഷേ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ ആ പരംഗതിയെ പ്രാപിക്കാൻ കഴിയൂ. ഈ യാത്രയിൽ ആത്മാവ് അനേകമനേകം ബ്രഹ്മാണ്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അതിനനുസരിച്ച് അതിൻ്റെ ശരീരവും വ്യത്യാസപ്പെടുന്നു. ബാപ്പുജി ജേണി ഓഫ് സോൾ എന്ന തൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ശരീരം തെറ്റിദ്ധാരണയാൽ ഊർധ്വഗതിയും അധോഗതിയും സ്വയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. മായാലോകത്തിൽ നിന്നും മുക്തമായിക്കൊണ്ടിരിക്കുന്നതോടെ ശരീരത്തിൽ ആത്മപ്രകാശം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉയർന്ന ലോകങ്ങളുടെ ഓരോരോ തലങ്ങൾ താണ്ടുമ്പോഴും ഓരോരോ കലയുടെ അഥവാ പ്രകാശശക്തിയുടെ ലോകങ്ങളെ കീഴടക്കുന്നു. ആത്മ ആ ലോകങ്ങൾക്കനുസരിച്ചുള്ള ഉയർന്ന ജ്ഞാനവും പ്രാപ്തമാക്കുന്നു. ആത്മാവ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ജ്ഞാനം പൂർണ്ണമായും മനസ്സിലാക്കുന്നതോടെ അതനുസരിച്ചുള്ള ഉയർന്ന ജ്ഞാനവും പ്രാപ്തമാകുന്നു. ആത്മാവ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ജ്ഞാനം പൂർണ്ണമായും മനസ്സിലാക്കുന്നതിനോടെ അതിനുശേഷമുള്ള യാത്ര സുഗമമാകുന്നു. എന്താണ് ആത്മാവ്? ആത്മാവ് എവിടെയിരിക്കുന്നു? ആത്മാവിൻ്റെ അസ്തിത്വം എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നു. അതിനെ ആത്മാവ്, റൂഹ്, സോൾ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. ശാസ്ത്ര ഭാഷയിൽ
ചിലർ ഇതിനെ കോൺഷ്യസ് എനർജി എന്നും വിളിക്കുന്നു. ഞാൻ ഒരു ആത്മാവാകുന്നു. ശരീരം ആത്മാവിന് കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപകരണം മാത്രമാണ്. സുപ്രീം സോൾ, സുപ്രീം ലൈറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. ആത്മപ്രകാശത്തിൻ്റെ കിരണങ്ങൾ ആത്മാവിന് ചുറ്റും വികിരണം ചെയ്യപ്പെടുന്നു. അതിനെ മൈറ്റ് അഥവാ ശക്തി എന്ന് പറയപ്പെടുന്നു. മൈറ്റിനെ പ്രകൃതി എന്നും പറയുന്നു. ലൈറ്റിന് മുകളിൽ എപ്പോഴും മൈറ്റിൻ്റെ അഥവാ പ്രകൃതിയുടെ ഒരു ആവരണം അഥവാ സുരക്ഷാ കവചം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആത്മാവിലേക്ക് യാതൊരു നെഗറ്റീവ് എനർജിയുടെയും എഫക്റ്റ് ഉണ്ടാകുന്നില്ല. ആത്മാവ് മനസ്സിൻ്റെ സെൻട്രൽ പോയിന്റിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് ഭൃഗുടിയിൽ ആത്മാവിൻ്റെ മൂലസ്വരൂപം പവിത്രവും പാവനവും ഗൂഢവുമാകുന്നു. ആത്മപ്രകാശം വെളുത്തതും നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്നതുമാണ്. രാത്രിയിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ നമ്മുടെ ആത്മാവും തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിനെ സ്ഥൂല നേത്രങ്ങൾ കൊണ്ടോ സ്ഥൂല ഉപകരണങ്ങൾ കൊണ്ടോ കാണാൻ സാധ്യമല്ല. ആത്മസ്വരൂപാവസ്ഥയിൽ മാത്രമേ അതിനെ കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ. ആത്മാവിൽ നിന്നും മനസ്സും, മനസ്സിൽ നിന്ന് ബുദ്ധിയും, ബുദ്ധിയിൽ നിന്ന് സംസ്കാരവും ജനിക്കുന്നു. ആത്മാവ് മനസ്സു മുഖേന ശരീരത്തെ ചലിപ്പിക്കുന്നു. ആത്മാവ് നിർലേപമാണ്. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ രണ്ടാമത്തെ പരാർത്ഥം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യ പരാർത്ഥം പൂർത്തിയായിരിക്കുന്നു. 198 കോടി വർഷങ്ങളായി ആത്മാവ് ജനന മരണങ്ങളുടെ ചക്രത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യാത്മാവിൽ അനേകം ജന്മങ്ങളുടെ കർമ്മക്കണക്കുകൾ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൃത്യുവിന് ശേഷം നമ്മിൽ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യൻ ഈ ശരീരങ്ങളുടെ ഉടമസ്ഥനാണ്. എന്നാൽ സാധാരണഗതിയിൽ ഈ ശരീരങ്ങളെ മനുഷ്യൻ വ്യക്തമായി അറിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഈ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ശരീരത്തെ മാത്രം സത്യം എന്ന് പറയുന്നു. ഇതിനെ പോഷിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധയും സമയവും ചിലവാക്കുന്നു. ആത്മസ്വരൂപാവസ്ഥയുടെ അനുഭവത്തിലൂടെയല്ലാതെ സൂക്ഷ്മ കാരണ ശരീരങ്ങളെ അറിയുവാൻ സാധ്യമല്ല. ശരീരങ്ങളുടെ പരമമായ സത്യത്തെ അറിയാൻ സാധിക്കണം. പഞ്ചമഹാഭൂത തത്വങ്ങളാൽ നിർമ്മിതമായ ശരീരത്തെ സ്ഥൂല ശരീരം എന്ന് പറയുന്നു. ആത്മാവ് 5 തത്വ ശരീരങ്ങളെ ധരിച്ചു നിൽക്കുമ്പോൾ ജലതത്വത്തിൻ്റെയും ഭൂമി തത്വത്തിൻ്റെയും കാരണത്താൽ ആത്മാവിന് ശക്തി വളരെ കുറവായി കാണുന്നു. ശരീരം ഭാരമുള്ളതാകുന്നു. സ്ഥൂല ശരീരം മൂലം മനുഷ്യൻ്റെ ബുദ്ധിയും മനസ്സും സ്ഥൂല വസ്തുക്കളിൽ രമിച്ചു പോകുന്നു. മനുഷ്യൻ ഭോഗാസക്തിയിൽ മയങ്ങിപ്പോകുന്നു. ഇങ്ങനെ മനുഷ്യൻ്റെ ആത്മാവിലെ ജ്ഞാനം മറയ്ക്കപ്പെടുന്നു. സൂക്ഷ്മ ശരീരം എപ്പോഴാണോ മൃത്യു സംഭവിക്കുന്നത് അപ്പോൾ 5 തത്വങ്ങളുടെ ശരീരം 3 തത്വങ്ങളുടേതായി ചുരുങ്ങുന്നു. ഭൂമി തത്വം മണ്ണിലേക്കും ജലതത്വം അഗ്നിയിൽ ബാഷ്പീകരിച്ചും മൂലാവസ്ഥയിലേക്ക് മാറുന്നു. അതായത് പിന്നീട് ശരീരം ആകാശം, വായു, അഗ്നി തത്വങ്ങളുടേത് മാത്രമാകുന്നു. ഇതിനെ തന്നെയാണ് സൂക്ഷ്മ ശരീരം എന്ന് വിളിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തെ സ്ഥൂല നേത്രങ്ങളാൽ കാണാൻ കഴിയില്ല. മൃത്യുവിന് ശേഷം മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ശരീരം ഇല്ലാത്തതുകൊണ്ട് സൂക്ഷ്മ ശരീരത്തിൽ ആത്മശക്തി വർദ്ധിക്കുന്നു. എത്രമാത്രം കർമ്മഭാരം കുറയുന്നുവോ അത്രമാത്രം ആത്മാവ് ഭാരരഹിതമായിരിക്കും. തപസ്സിലൂടെ ആത്മാവിന് മുകളിലേക്ക് സഞ്ചരിക്കുന്നതിനുള്ള സ്പീഡും പവറും വർദ്ധിക്കുന്നു. ആത്മാവ് എത്രമാത്രം മുകളിലേക്ക് സഞ്ചരിക്കുന്നുവോ അത്രമാത്രം സുഖവും ശാന്തിയും അനുഭവിക്കുന്നു. സൂക്ഷ്മ ശരീരത്തിൽ മുഴുവൻ കർമ്മങ്ങളുടെയും ഭാവനകളുടെയും റെക്കോർഡിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സൂക്ഷ്മ ശരീരം കൊണ്ട് മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. മരണശേഷം സൂക്ഷ്മ ശരീരത്തോടൊപ്പം മനസ്സ്, ബുദ്ധി, സംസ്കാരം എന്നിവയും സഞ്ചരിക്കുന്നു. സൂക്ഷ്മ ലോകത്തിൽ തന്നെ വിവിധ തത്വങ്ങളുടെ ലോകങ്ങളുണ്ട്. പ്രാചീന കാലത്ത് ഋഷിമുനിമാർ തങ്ങളുടെ സങ്കല്പശക്തിയാൽ സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് സൂക്ഷ്മ ലോകത്തേക്ക് യാത്ര ചെയ്തിരുന്നു. കാരണശരീരം ജന്മമെടുക്കുമ്പോൾ ആദ്യമായി ആത്മാവിൻ്റെ മനസ്സ് ഉദയം ചെയ്യുന്നു. മനസ്സിൽ നിന്ന് ബുദ്ധി ജന്മമെടുക്കുന്നു. ബുദ്ധി കണ്ട് കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമായി സംസ്കാരം ഉണ്ടാകുന്നു. സംസ്കാരത്തിൽ നിന്ന് കാരണശരീരവും ജന്മമെടുക്കുന്നു. നമ്മുടെ മനസ്സ്, ഇഷ്ടം, സങ്കല്പം, കർമ്മം തുടങ്ങിയവയുടെ കാരണത്താൽ ഉണ്ടാകുന്ന ശരീരത്തെ കാരണശരീരം എന്ന് പറയുന്നു.
കർമ്മബന്ധനം, ഭോഗേച്ഛ, നെഗറ്റീവ് ചിന്ത മുതലായവ മൂലം കാരണം ശരീരത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നു. മനുഷ്യൻ്റെ മുഴുവൻ കർമ്മങ്ങളുടെയും റെക്കോർഡിംഗ് കാരണശരീരത്തിലുണ്ട്. കാരണശരീരത്തെ ചാർജ് ചെയ്ത് വികർമ്മത്തെ വിനാശം ചെയ്യുവാൻ കഴിയുന്നു. കാരണശരീരം ചാർജ് ചെയ്യപ്പെടുന്നതിലൂടെ ആകാശതത്വം വിശാലമാക്കപ്പെടുകയും ആത്മാവ് വിഷ്ണുപുരിയിലേക്ക് യാത്രയാവുകയും ചെയ്യുന്നു. ഏതെങ്കിലും രോഗം മനുഷ്യ ശരീരത്തിൽ എത്തുന്നതിന് മുമ്പ് കാരണശരീരത്തെ ബാധിക്കുന്നു. കാരണശരീരം ആകാശതത്വത്താൽ നിർമ്മിതമാണ്. കാരണശരീരം കഴുത്തിൽ നിന്ന് തുടങ്ങി നാഭി വരെ സിൽവർ രൂപത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നു. കാരണശരീരം ആകാശതത്വത്താൽ നിർമ്മിതമായ ഒന്നാണ്. ആകാശതത്വം അഗ്നി, വായു തത്വങ്ങളെക്കാൾ അതിസൂക്ഷ്മമാണ്. വായുവിൻ്റെയും അഗ്നിയുടെയും ഉള്ളിൽ ആകാശതത്വമുണ്ട്. അതുകൊണ്ടാണ് കാരണശരീരത്തിൻ്റെ മുകളിൽ സൂക്ഷ്മശരീരം രൂപപ്പെട്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ഇച്ഛ കുറഞ്ഞിരിക്കുകയും നിസ്സങ്കല്പ സ്ഥിതിയിലായിരിക്കുകയും ചെയ്യുമ്പോൾ വായുതത്വം ശാന്തമായിരിക്കും. അങ്ങനെ ആത്മാവ് കാരണശരീരത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഇതിന് നിരന്തര അഭ്യാസം ആവശ്യമാണ്. മനസ്സ് എത്രമാത്രം ചഞ്ചലമാണോ, ഇച്ഛകൾ എത്രമാത്രം ശക്തമാണോ, വായുതത്വം അത്രയും ഭാരമുള്ളതായിരിക്കും, ഉത്തേജിതവുമായിരിക്കും. മഹാകാരണ ശരീരം 3 മഹാതത്വങ്ങളാൽ രചിക്കപ്പെട്ടതാകുന്നു. പരം ആകാശം, പരം വായു, പരം അഗ്നി എന്നിവയാണത്. പരം തത്വം സ്ഥൂല തത്വത്തേക്കാൾ സൂക്ഷ്മതരമാണ്. സ്ഥൂല തത്വങ്ങൾ പരം തത്വത്താൽ നിർമ്മിതമാണ്. മനസ്സിൽ ആഗ്രഹം വർദ്ധിക്കുകയും സങ്കല്പങ്ങൾ അധികമാകുകയും ചെയ്യുമ്പോൾ പരം തത്വം അല്പാൽപമായി തത്വത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു. ആത്മാവിൻ്റെ സങ്കല്പം തത്വങ്ങളുടെ മാധ്യമത്തിലൂടെ പ്രവർത്തിക്കുന്നു. എത്രമാത്രം സങ്കല്പങ്ങൾ രചിക്കുന്നുവോ അത്രമാത്രം ഊർജം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പരംതത്വത്തിൽ ഊർജം കൂടുതലായിരിക്കും. കാരണശരീരത്തിനും അകത്തായി മഹാകാരണ ശരീരം സ്ഥിതി ചെയ്യുന്നു. മഹാകാരണ ശരീരമുള്ള ആത്മാക്കൾ യോഗബലത്തിലൂടെ മാത്രമേ ആ ശരീരത്തെ അനുഭവിക്കുന്നുള്ളൂ. അങ്ങനെ മഹാകാരണ ജഗത്തിലേക്ക് യാത്രയാവുകയും ചെയ്യുന്നു. എപ്പോൾ ആത്മാവിൽ ആകാശതത്വം കൂടുതൽ ആകുന്നുവോ അപ്പോൾ അത് ശാന്തിയുടെ അനുഭവം അധികം ചെയ്യുന്നു. എപ്പോൾ ആത്മാവിൽ പരം തത്വത്തിൻ്റെ അളവ് കൂടുന്നുവോ അപ്പോൾ പരം ശാന്തി അനുഭവിക്കുന്നു. എപ്പോൾ ആത്മാവ് മുഴുവൻ വാസനകളെയും കാമനകളെയും വെടിയുന്നുവോ അപ്പോൾ മഹാകാരണ ജഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യരാകുന്നു. ശിവപുരിയെയാണ് മഹാകാരണ ലോകം എന്ന് വിളിക്കുന്നത്. പരം മഹാകാരണ ശരീരം പരം പ്രകാശത്തിൻ്റേതാകുന്നു. പരം മഹാകാരണ ശരീരം ഏറ്റവും ഉയർന്ന ആത്മാക്കളുടേതാകുന്നു. സൂപ്പർ സ്റ്റേറ്റ് ആത്മാക്കൾ പരം മഹാകാരണ ശരീരം വഹിക്കുന്നു. പരം മഹാകാരണ ശരീരം ബീജരൂപസ്ഥിതിക്ക് തൊട്ടു മുമ്പുള്ള സ്ഥിതിയാകുന്നു. പരം മഹാകാരണ ശരീരത്തിനുള്ളിൽ മറ്റൊരു ശരീരവും ഇല്ല തന്നെ. ഇതിനുള്ളിൽ പൂർണ്ണ നിരാകാര ബ്രഹ്മം മാത്രമാകുന്നു. പരം മഹാകാരണ ശരീരത്തിലും മനസ്സെന്ന പ്രതിഭാസമുണ്ട്. എന്നാൽ നിരാകാരി പൂർണ്ണ ബ്രഹ്മത്തിൽ മനസ്സെന്ന പ്രതിഭാസം നിലനിൽക്കുന്നില്ല. പരം മഹാകാരണ ശരീരം ഏറ്റവും സൂക്ഷ്മവും പരമാവധി ഊർജവാഹിനിയുമാണ്. മഹാകാരണ ശരീരത്തിന് ആധാരം പരം മഹാകാരണ ശരീരമാകുന്നു. ആത്മാവ് എത്രമാത്രം ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നുവോ അത്രമാത്രം സൂക്ഷ്മമാകുന്നു. പൂർണ്ണമായ ആത്മസ്വരൂപാവസ്ഥയിൽ മനസ്സ് ഉണ്ടാകുന്നില്ല. അതുപോലെ മറ്റൊരു ശരീരവും ഉണ്ടാകുന്നില്ല. നിർഗുണ നിരാകാര ബീജസ്ഥിതിയാകുന്നു. ആത്മാവിൻ്റെ യാത്ര. ഓരോ ആത്മാക്കൾക്കും അവരുടേതായ രചയിതാക്കളുണ്ട്. കുറച്ച് ആത്മാക്കൾ ആകാശതത്വത്താൽ മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് കാരണശരീരം മാത്രമാണ് ഉണ്ടാവുക. അവരുടെ ജന്മം കാരണലോകത്തിൽ സംഭവിക്കുന്നു. അവർ സങ്കല്പശക്തിയാൽ ഏതൊരു ഡയമെൻഷനിലുകളിലും യാത്ര ചെയ്യുന്നു. അതായത് അങ്ങനെയുള്ള ആത്മാക്കൾ ലൈറ്റ് വെയ്റ്റ് ക്വാളിറ്റി ആത്മാക്കളായിരിക്കും. അവർക്ക് കാരണജഗത്ത് മുതൽ സ്ഥൂല ജഗത്ത് വരെ യാത്ര ചെയ്യാൻ സാധിക്കുന്നു. ഈ ആത്മാക്കൾ വികർമ്മം മൂലം 84 ലക്ഷം യോനികളിൽ കറങ്ങി നടക്കുന്നു. പരം തത്വത്തിൽ നിർമ്മിതമായതും പരംപ്രകാശത്തിൽ നിർമ്മിതമായതുമായ അത്യധികം ഉയർന്ന ആത്മാക്കളുണ്ട്. ഏതൊരു ആത്മാക്കളാണോ പരംപ്രകാശത്തിൽ നിർമ്മിതമായിരിക്കുന്നത് അവരെ പരമാത്മ എന്ന് പറയുന്നു. പരംപ്രകാശവും അനേകം തരത്തിൽ അഥവാ ക്വാളിറ്റിയിൽ തരംതിരിക്കാവുന്നതാണ്. പരംപ്രകാശത്തിൻ്റെ തീവ്രത അഥവാ ക്വാളിറ്റി അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുന്നത്.
ഒരു കല തുടങ്ങി 1 കോടി കല വരെയും പിന്നിട്ട് അനന്ത കല വരെ തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. അനന്തകല അഥവാ ഇൻഫനൈറ്റ് കലാധാരികളായ ആത്മാക്കളെ ഇൻഫനൈറ്റ് സോൾസ് എന്ന് പറയുന്നു. ആത്മാക്കളുടെ ഗുണവും ശക്തിയും തീരുമാനിക്കുന്നത് അത് എത്ര കലയുടേതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊരു ആത്മാക്കളുടെയും യാത്ര സങ്കല്പശക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുക. എപ്പോഴാണോ ആത്മാവിന് തൻ്റെ രചയിതാവിൻ്റെ ജ്ഞാനമുണ്ടാകുന്നത് അപ്പോൾ രചയിതാവിലേക്ക് മടങ്ങുന്നു. അങ്ങനെ ആത്മാവിൻ്റെ റിട്ടേൺ ജേണി എന്ന് പറയുന്നു. ആത്മാവ് തൻ്റെ യാത്രക്കിടയിൽ ഏതൊക്കെ തരത്തിലുള്ള ലോകത്തിലൂടെ കടന്നു പോകുന്നുവോ അതനുസരിച്ചുള്ള ശരീരവും ധരിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് എങ്ങനെയാണോ ബ്രഹ്മാണ്ടം അതനുസരിച്ച് പിണ്ഡാണ്ടവും. ആത്മാവ് മുഖ്യമായും 3 തരത്തിലുള്ള ശരീരമാണ് ധരിക്കുന്നത്: നിരാകാരി, ആകാരി, സാകാരി എന്നിവ. ധരിക്കുന്ന ശരീരത്തിനനുസരിച്ചുള്ള ഗുണവും അതിൽ ഭവിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാവിന് 3 അവസ്ഥകളും ഉണ്ടാകുന്നു: സത്വം, രജസ്, തമസ്. സതോപ്രധാനം. ആത്മാവ് പരം തത്വത്തിൻ്റെ ശരീരം ധാരണ ചെയ്യുമ്പോൾ അതിനെ സതോപ്രധാനം എന്ന് പറയുന്നു. അപ്പോൾ ആത്മാവിൻ്റെ സങ്കല്പശക്തി ഏറ്റവും ഉയർന്നതായിരിക്കും. എന്തെന്ത് സങ്കല്പിക്കുന്നുവോ അത് സംഭവിക്കുന്നു. ഈ സ്ഥിതിയെ പരംപുരുഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ മുഴുവനായും ദൈവിക ഗുണങ്ങൾ ആയിരിക്കും പ്രകടമാവുക. സതോപ്രധാനത്തിൽ ആത്മാവിൻ്റെ ആവരണം പ്യുവർ വൈറ്റ് ആയിരിക്കും. രജോപ്രധാനം. ആത്മാവ് തൻ്റെ സങ്കല്പശക്തിയാൽ സൃഷ്ടി രചിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തി ക്ഷയിക്കുകയും ആത്മാവിൻ്റെ ആവരണത്തിൽ പരിവർത്തനം സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആത്മാവ് 3 തത്വത്തിൻ്റെ സൂക്ഷ്മ ശരീരം ധാരണം ചെയ്യുന്നു. തമോപ്രധാനമായ ആത്മാവ്. എപ്പോഴാണോ ആത്മാവ് സ്ഥൂല ശരീരം ധാരണ ചെയ്യുന്നത് അപ്പോൾ ആത്മാവ് പൂർണ്ണ രൂപത്തിൽ തന്നെ അജ്ഞാനിയാകുന്നു. അതിൻ്റെ സങ്കല്പശക്തി വളരെ താഴ്ന്ന നിലവാരത്തിലാകുന്നു. അപ്പോൾ ആത്മാവ് 5 തത്വങ്ങളാൽ കുടുങ്ങിപ്പോകുകയും ഭോഗിയാവുകയും ചെയ്യും. ആത്മാവിൻ്റെ സ്ഥിതിക്കനുസരിച്ച് വായുമണ്ഡലം രൂപപ്പെടുന്നു. ആത്മാവ് സതോപ്രധാനമായിരിക്കുമ്പോൾ വായുമണ്ഡലവും സതോപ്രധാനമായിരിക്കും. ആത്മാവ് തമോപ്രധാനമായിരിക്കുമ്പോൾ വായുമണ്ഡലവും തമോപ്രധാനമായിരിക്കും. പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കാൻ തുടങ്ങുന്നു. അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയം തത്വങ്ങളിൽ യാതൊരു ശേഷിയും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് പ്രകൃതി ദുഃഖം മാത്രം നൽകുന്നു. അതുകൊണ്ട് നാം ദുഃഖവും കഷ്ടവും അനുഭവിക്കുന്നു.